പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് പാർലമെന്റിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് പ്രതിപക്ഷ മാർച്ച്. 300ഓളം എംപിമാർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷം ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാവുകയാണ്. എല്ലാ പാർട്ടികളും, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി, അങ്ങനെ DMK തുടങ്ങിയ എല്ലാ പാർട്ടികളും, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അണിനിരക്കുകയാണ്. നമുക്ക് കാണാം SIR വോട്ടർ പട്ടിക പരിഷ്കരണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് റദ്ദാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, വോട്ട് ചേർക്കൽ, അത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം, ഈ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്തുനിന്ന് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ്. നമുക്ക് കാണാം വിവിധ പാർട്ടികളുടെ 25ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ, MPമാർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നേരെ 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക്. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നിന്ന്, അതായത് പാർലമെന്റിന്റെ പുറകുവശത്ത് നിന്നുള്ള പാതയിലൂടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നടക്കാൻ പോകുന്നത്. സമാജ്വാദി പാർട്ടി നേതാക്കൾ, അഖിലേഷ് യാദവിനെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ശരത് പവാറിന്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അണിനിരക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ചിൽ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പ്രതിഷേധ മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തും ആ വഴിയിലും പാതയോരത്തുമൊക്കെ 200-ലധികം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TMC, DMK, ആം ആദ്മി പാർട്ടി, RJD, NCP, SP വിഭാഗം, ശിവസേന, ഉദ്ധവ് വിഭാഗം, നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി വിഷയം, അതോടൊപ്പം തന്നെ ബീഹാറിലെ SIR, ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, ഇത് റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അനൂപ് ദാസ് നമുക്ക് പത്രങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, അപ്പോൾ പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. ഈ MPമാരെ അറസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അണിനിരക്കുന്ന ഈ പ്രതിഷേധ മാർച്ച്. 25ഓളം പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. TMCയും SPയും എല്ലാവരും ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധി, ശരത് പവാർ, അഖിലേഷ് യാദവ്, കനിമൊഴി തുടങ്ങിയ നേതാക്കളെ നമുക്ക് ഈ പ്രതിഷേധ മാർച്ചിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങളാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഒന്ന്, ബീഹാറിലെ SIR അത് റദ്ദാക്കണം, വോട്ട് പരിഷ്കരണം അത് റദ്ദാക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്, രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വോട്ട് ചോരി, ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുന്നത്.